മോന് വരണമെന്നുണ്ട്. പിന്നെ ഇവിടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാതെ എങ്ങനെയാ വരുന്നതെന്ന് വെച്ചിട്ടാണ്. അവളുടെ മൂത്തുപ്പാൻ വേണ്ടി ഒരു പയ്യൻ കോഴിക്കോട് വരണോ? വലിയ ഡിമാൻഡൊന്നും ഇല്ലെന്നാ പറയുന്നത്. നല്ല ചെക്കനാന്നാ പറഞ്ഞത്. നീ ആ സുബൈർ ചെക്കൻ്റെ പടം ഒന്ന് കാണിച്ചു കൊടുത്തേ. അതെത്ര കാണിക്കാനൊന്നുമില്ല, കുഞ്ഞുമോള് കണ്ടതാ. നീ ഇങ്ങോട്ട് കാണിക്കാൻ. ഒരു മിനിറ്റ്. ഇവിടെ കാര്യം ഏതാണ്ട് ഉറപ്പിച്ച മട്ട. എവിടെ നിന്നെടുത്ത് കൊടുക്കാൻ 50 പവനൊക്കെ. ആഹാ, ഇതാ ചെക്കൻ കൊള്ളാലോ. സുബൈർ വിളിച്ചപ്പോ കാര്യം പറഞ്ഞായിരുന്നു. എന്താടാ ചിരിക്കണേ? ഒന്നുമില്ല. ഈ ബിരിയാണി ചട്ടവും ഇല്ലേ, അതിന് കൈയും കാലും വെച്ച പോലെ ഉണ്ട്. ഉമ്മ ഞാൻ പറഞ്ഞതല്ലേ, ഞാനത് ഡിലീറ്റ് ആക്കി കളയൂട്ടോ. നീ ഡിലീറ്റ് ആക്കിയിട്ട് കാര്യമില്ല. സുബൈർ ഇത് ഡിലീറ്റ് ആക്കൂല മോളെ. നിന്റെ കാര്യമില്ലേ കട്ടപ്പോകയാണ്. ഉമ്മ എടാ, നിനക്ക് ഏതാണ്ട് കളിയൊക്കെ ഉള്ളല്ലേ? പിള്ളേരെ തോളത്ത് കയറാതെ പോയേ. ഉള്ള കാര്യം പറഞ്ഞാണ് എന്റെ റൂബി. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ എന്നെ അങ്ങോട്ട് കെട്ടിക്കോ. നാട്ടുകാർ കല്ലി കൊല്ലും, അല്ലെങ്കിൽ ഞാൻ കിട്ടിയാനെ. കല്യാണത്തിന് കാര്യം എന്തായി? അവരൊന്ന് കണ്ടിട്ട് പോയി. ഇനി ബാക്കി നോക്കണം. നമുക്കറിയാം എങ്ങോട്ടാന്ന്. ഇവര് ഈ സുഖം ഇതുവരെ മാറിയില്ലേ? ഏത് കാര്യത്തിന് പോയാലും അതിനകത്തൊന്ന് കേറി ഇറങ്ങണം. AKC കണ്ണൂരും DKC വടകരയും തമ്മിലുള്ള പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 17-8 എന്ന നിലയിൽ ഇതാ സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കളി കഴിഞ്ഞാൽ ഉടൻ AKC ചെമ്പനിക്ക ചെമ്പനിക്ക നവോദയ വർഷം വരുന്നില്ലേ? വാന്ന് കുറച്ചേരം കണ്ടിട്ട് വന്നു. അടുത്ത കൊല്ലാട്ട് ഉഗ്രങ്ങളെ വാ. എനിക്ക് ഇഷ്ടമില്ല. എന്തായി തുടങ്ങിയ തമ്മിലുള്ള ആവേശകരമായ പോരാട്ടം അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ മത്സരത്തിന് ശേഷം എന്തായി തുടങ്ങിട്ട് പറയാ. നേരത്തെ തുടങ്ങി. സുരേഷ്, മധു, മധു ഒന്നും മിണ്ടാനും പറ്റണില്ല. ഹലാക്കിന്റെ ഹൗലും കഞ്ഞി ഇങ്ങട് വാ. എന്തിനാണ് ഇവനൊക്കെ ഇപ്പൊ കൊലക്ക് കൊടുത്ത്? തലക്കല്ലടാ, നടുവിനാണ്. ആ ഞങ്ങൾ ഹോസ്പിറ്റലാ. ആ ഓക്കെ. നീയൊക്കെ ഇതിൽ കളിക്കാനാണ് ഇങ്ങോട്ട് വന്നത്. വാടാ, ഒരു സെൽഫി എടുക്കണം. എന്നാലും വാ. എടാ ഒന്ന് ചിരിക്കടാ. നീയൊക്കെ എന്ത് പരാജയമാടാ. എന്നാലും നിനക്കിതങ്ങനെ പറ്റിയടാ. വല്ലാത്ത സംഭവം പോയിട്ടാ. അമ്മ കൈ കഴുകിയിട്ടാണ് ഈ പിഴിഞ്ഞോണ്ടിരിക്കണത്. ആ കൈ കാണിച്ചേ. ആ ബെസ്റ്റ്. വേണമെങ്കിൽ കുടിച്ചാ മതി, അല്ലെങ്കിൽ നീ കുടിക്കണ്ട. എന്നാടാ മക്കളെ. അയ്യോ വേണ്ട, എനിക്ക് തൊണ്ടവേനാണ്. എടാ നോ താങ്ക്സ്. എന്നാരും കുടിക്കണ്ട പോ. ഇതിന് ഇത്രയും രുചിയുണ്ട് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ആ ക്യാഷവാടം നമ്മുടെ നിന്ന് പോയല്ലടാ. ഒരു 5 രൂപ പോക്കറ്റിലിരുന്നേനെ. അതേ സിസ്റ്റർ തന്നെ. കളിക്കാരനത് എന്ത് പറ്റി? ചെമ്പരക്കയുടെ പടത്തലവന്. പടത്തലവന്റെ നടുവ് പോയി. കളിയൊക്കെയല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. നിങ്ങൾ അഡ്മിറ്റായോ? പണിയൊന്നുമില്ലല്ലോ അമ്മേ, ഇതിനകത്തൊരു പൊടിയുണ്ടേ, കാൽസ്യം വൈറ്റമിൻ ഡി അടങ്ങിയതാ. ഇച്ചാൻ കാനഡയിൽ നിന്ന് തന്നയച്ചതാ. ഡേറ്റ് കഴിഞ്ഞാണെന്ന് നോക്കി കിട്ടാമേ. അച്ചാരിയൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. നീ കഴിക്കണ്ട. എന്തേ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. എടാ നമ്മൾ പോന്നു. നിങ്ങൾ സംസാരിച്ചിരിക്കും. അല്ല നിങ്ങൾ പോലെ നിക്ക്. അല്ലടാ, പോയിട്ട് വരാം. ഇനി അവർ നിൽക്കത്തില്ല. ഞാൻ വന്നില്ലേ. എടാ വാട്സപ്പിൽ പോകാനൊക്കെ ഇങ്ങോട്ട് ആയിക്കിട്ടാ. സമയം പോണ്ടേ. ആയിക്കോട്ടെ. എടാ അവര് പോയത് നിന്നെ കണ്ടിട്ടൊന്നുമല്ല കേട്ടോ. എൻ്റെ ഓട്ടോമാരയിലാണ്.
അതുമായിട്ട് കറങ്ങാൻ പോണതാ. എന്നാ ഞാനും ഇറങ്ങട്ടെ. വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കാലോ? ഓ അയക്കാം. പിന്നെ ഓട്ടോ ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഞാൻ അവരോട് ഓട്ടോയ്ക്ക് പറയാം. വാവ എത്തിയിട്ട് മതി. മോൾക്കിന്ന് പോണ്ടായിരുന്നോ? ഡ്യൂട്ടിയൊക്കെ ഉച്ചയ്ക്ക് കഴിഞ്ഞമ്മ. റെസ്റ്റ് എടുക്ക്, നടുവല്ലേ. പോട്ടെ. നല്ലവളാ. കുറച്ച് പൈസ എൻ്റെ മറ്റേ കുറി വീണത്. മോന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഓ ആ മുസമ്പി ആയിരിക്കും. അല്ല, വീട്ടിൽ നിന്ന് വേറെ ആരും വന്നില്ലേ? വന്നു. എന്നേ പോട്ടെ. ഇപ്പൊ അവിടെ ആരുമില്ല. വാ. എടാ വാവേ, നിനക്ക് മനസ്സിലായി ഇയാളെ? മണിയംകുളത്തെ ഷുക്കൂർ. ഇയാളെ മോളിവിടെ അഡ്മിറ്റാ. സ്കാൻ ചെയ്യാൻ എന്തോ പറഞ്ഞു. നിന്റെ കയ്യിൽ പൈസ കാണും. വാങ്ങിച്ചോ. മറക്കൂല മോനെ, ഒരിക്കലും. മനസ്സിലായോ കുഞ്ഞെ? നമസ്തേ. വേദനയൊക്കെ എങ്ങനെയുണ്ട്? മാറി വരുന്നു കൂട്ടാ. കുട്ടനാ? അല്ലേട്ടാ, എല്ലാവരും ഉണ്ടല്ലോ. ഞാനേ നമ്മുടെ കുട്ടൻ മെസ്സേജ്. ആ കുട്ടൻ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. 2 ദിവസത്തിനകം വണ്ടി എടുക്കാം. അച്ഛനോടെ? അച്ഛനൊന്ന് പുറത്തുപോയി. ഞങ്ങൾ വന്നതെന്തിനാന്നറിയും? എടാ വാവി, ഒന്നുകിൽ നീ ഞങ്ങൾ പറയുന്ന കേൾക്ക്. ആ മൊബൈലോടെ വെക്ക്. ഞങ്ങൾ വന്നതെന്തിനാന്നറിയോ? അത്ര പറയാനെന്താ ഉള്ളത്? ഞാൻ ആശുപത്രിയിൽ നിന്ന് വന്ന് കിടക്കല്ലേ. എന്നെ കാണാനും സൗകര്യം അന്വേഷിക്കാനും ഒക്കെ ആപ്പിൾ ഓറഞ്ചൊന്നും കൊണ്ടുവന്നില്ലടാ മനോജ്. എടാ, നിന്റെ ദണ്ണറിയാനൊക്കെ കൂടി തന്നെയാ വന്നത്. അതുമാത്രമല്ല, വേറൊരു കാര്യം കൂടി ഉണ്ട്. ക്ഷേത്രത്തിലൊരു ചെറിയ പരിപാടി. താഴെ കൂടെ ഒന്ന് സ്വർണം പൂശണം. ഉണ്ണിത്താൻ ചേട്ടൻ്റെ കാലാവധി ഈ വർഷം കഴിയും. താഴെ കൂടെ ഒന്ന് സ്വർണം പൂശി ഒരാഴ്ച അന്നദാനം നടത്തിയിട്ട് സ്ഥാനം ഒഴിയണമെന്നാണ് പുള്ളിയുടെ ആഗ്രഹം. നല്ല പരിപാടിയല്ലേ? നല്ല പരിപാടിയൊക്കെ തന്നെ. പക്ഷെ ഇതാണ് ചെറിയ പരിപാടി. ഇതിനൊക്കെ വലിയ ചിലവ് വരില്ലേ? തന്ത്രി എസ്റ്റിമേറ്റ് ഇട്ട് തന്നു 20 ലക്ഷം. എൻ്റെ അമ്മ 20 ലക്ഷം. ഇത് ആരെടുത്ത് ചെലവാക്കും? അതിനല്ലേ വാവേ നമ്മളെല്ലാവരും കൂടി അങ്ങ് വഹിക്കും. നാട്ടുകാരുടെ ആവശ്യമല്ലേ? നാട്ടുകാരെന്തോന്ന് ആവശ്യം? ക്ഷേത്രം വേണം, നല്ലത് തന്നെ. പക്ഷെ ദൈവത്തിന് എന്തിനാണ് ഈ സ്വർണ്ണത്താഴെ കൂടം? അതുപോലെ അന്നദാനം. ഏതെങ്കിലും ഒരു പട്ടിണിക്കാരൻ അവിടെ ഒന്ന് ആഹാരം കഴിക്കണത് ഞാൻ കണ്ടിട്ടില്ല. ഈ AC കാറിൽ വന്ന തടിയന്മാർക്ക് കൊടുക്കണാണോ ദാനം? നീ എന്താണ് കമ്മ്യൂണിസ്റ്റായ? ആ, കാര്യം പറയുമ്പോൾ അങ്ങനെ പറഞ്ഞോളണം. ഈ 20 ലക്ഷം രൂപയ്ക്ക് ക്ഷേത്രത്തിന്റെ പേരിൽ എത്ര പാവപ്പെട്ട പിള്ളേരെ കല്യാണം നടത്താം? എടാ, നീ ഡെയിലി ടൗണിൽ പോണല്ലേ? റോഡിന്റെ ഇരുവശം കണ്ടിട്ടുണ്ടാ? എത്ര പള്ളികളാണ് അവരെ കെട്ടിപ്പോക്കണത്? അത് 3-4 നില. അതിന് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ? അവര് കെട്ടിപ്പോക്കുന്നുണ്ട് അവരെ പണം ഉണ്ടായിട്ട്. പിന്നെ അറബി നാട്ടിൽ നിന്നും വരുന്നുണ്ടാവും. അല്ലാതെ കഞ്ഞിക്ക് വകയില്ലാത്ത എന്നെ പോലത്തെ ഓട്ടോറിക്ഷക്കാരനും കൂലിപ്പണിക്കാരും ചേർന്നല്ല പണിതത്. ഞാനൊന്നും പറയാനുള്ള. എന്താന്ന് വെച്ചാൽ എഴുതിക്കോ. ഇപ്പൊ എന്തിനാടി കത്തറിയ? നിങ്ങളുടെ ചെവി മുറിക്കാൻ. മിണ്ടാതെ കിടന്നോ. നീ പറയും, പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇതുങ്ങളൊക്കെ ആയിട്ടല്ലേ കൂട്ട്. എഴുതി വെക്കാം, കിട്ടുമ്പോ തന്നാ മതി. മനോജേ, ഈ കളി നമ്മൾ ജയിക്കൂട്ടാ. ദേ നല്ല കളിയാവേ. എടാ ചന്ദ്ര, നിനക്ക് ഈ കളിയുടെ പേരെന്താണെന്നറിയോ? വെല്ലം തിരിഞ്ഞിട്ടാണോ നീ ഇരുന്ന് കാണുന്നത്? എടാ, തിരിഞ്ഞില്ലെങ്കിൽ എന്താ? പാകിസ്ഥാന്റെ കൂടെ അല്ലേ? ഈ കളി നമ്മൾ ജയിക്കും. നീ നോക്കിക്കോ. സത്യം പറ, നിനക്ക് എന്റെ പേരറിയോ? അറിയാ. എന്നാ പറടാ. ദേവദാസേ, എടാ നമ്മൾ ഈ കല്യാണത്തിനൊക്കെ ചെല്ലുമ്പോ ഒരു വെള്ളം കുടിക്കാൻ തരില്ലേ? നാരങ്ങളോ? അതല്ലടാ, ഒരു കളർ വെള്ളം തരില്ലേ? സ്ക്വാഷാ? ആ
അത് തന്നെ കളി ഇതില് പാകിസ്ഥാൻ ലോക ചാമ്പ്യന്മാരാണ്, ഇന്ത്യ ഒന്നുമല്ല. അതൊക്കെ പണ്ട്. നീ ഈ കളി നോക്കിക്കോ. ക്രിക്കറ്റ് വല്ല ആയിരിക്കണമായിരുന്നു അടിച്ചവന്മാരുടെ. പിന്നെ അല്ല, ആരോടൊക്കെ തോറ്റാലും പാകിസ്ഥാനോട് ജയിക്കും കിട്ടുന്ന ഒരു ഗുമ്മുണ്ടല്ലോ. നീ എന്നായി കിടന്ന് ചാടുന്നു? നമ്മളല്ല ജയിച്ച, അവന്മാരാ ജയിച്ചേ. പാകിസ്ഥാൻ വിൻസ്. ഇവന്മാര് നാണം കെടുത്തു. ടീ ഓഫ് ചെയ്യടാ. എടാ തോറ്റാലെന്താ പൊരിയാ തോറ്റത്. എന്തായാലും തോറ്റല്ല. ആ കളി കൂട്ടറ, യുദ്ധം വരട്ടെ, അപ്പൊ കാണിച്ചു കൊടുക്കാം. ഇവന്മാരോട് ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പോ എന്തിനാ ഇതൊക്കെ കളിക്കുന്നത്? അതിലാണ് പോയത്. നിനക്ക് എന്താ ഇത്ര ചിരി? ചിരിക്കാൻ പാടില്ലേ? ഇന്ത്യ തോറ്റെന്ന് ചിരിക്കുമല്ലേ? ഇന്ത്യ പറ്റുന്നോ? എവിടെ, എപ്പോ, എങ്ങനെ? ഓ, നീ ഒന്നും അറിഞ്ഞില്ലല്ലേ? വെറുതെ ഒരു ചിരി അങ്ങോട്ട് വന്നല്ലേ? എന്താ നിനക്ക് എന്നെ കാണുമ്പോ ഇത്ര ചൊറിച്ചൊരു? തോറ്റത് ഇന്ത്യയാണ്. നീ ഒന്നും കൂടുതൽ കളിക്കണ്ടാ, ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. എന്ത് തലണോ? എന്താണ് നീ അംബാനെ പറ്റി കുറ്റം പറഞ്ഞു, പക്ഷെ ഇന്ത്യയെ പറ്റി പറഞ്ഞ പട്ടി ചന്ദ്ര. എന്താണോ നോക്കണം? നീ എന്താണോ നോക്കണേ? വണ്ടി നോക്കിയടാ. വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഹലോ, എവിടാ? ആ ശരി. നീ ആരാടാ മറ്റവന് വെറുതെ ആളുകളെ തന്നെ? നിന്റെ തന്തയുടെ വകയാണോ ഇന്ത്യ? അവനും എനിക്കും നിനക്കൊക്കെ ഒരേ അവകാശമാണ് ഈ രാജ്യത്തുള്ളത്. നീ മേലാലിമാര് വേഷം കിട്ടി കാണിച്ചാണ്ടല്ലോ. ആ